എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് പഠിക്കാം. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ 1 വേരിയബിൾ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ എന്താ പറയുക? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 5 = 0. ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. ഇനി 2x + 5 = 0. ഇങ്ങനെ നമുക്ക് കുറച്ച് എന്ത് വേണമെങ്കിലും എഴുതാം. x + 3, അതായത് ഒരു വേരിയബിൾ മാത്രം വരുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ പറയും. 1 വേരിയബിൾ ആണ് ഇത്. ഇതിനെ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ax + b = 0. ഇതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. അതായത് ഇവിടെ a ≠ 0. ഇത് നമ്മൾ എപ്പോഴാണ് ഇങ്ങനെയുള്ള ഇക്വേഷൻ ഫോം ചെയ്യുന്നത്? അതായത് ഒരു കാര്യം മാത്രം നമുക്ക് അറിയാനുണ്ടെങ്കിൽ നമ്മൾ അറിയാത്തത് മാത്സിൽ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. അപ്പം അങ്ങനെ ഒരു ഇത് മാത്രം കാണേണ്ടതിനെയാണ് നമ്മൾ ഇങ്ങനെ ലീനിയർ ഇക്വേഷനിൽ 1 വേരിയബിൾ. ഇപ്പം 2 കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് അറിയാത്ത ഒരു സംഭവം എക്സ്, രണ്ടാമത്തത് അറിയാത്തത് നമ്മൾ വൈ ആയിട്ട് എടുക്കും. അപ്പോൾ 2 വേരിയബിൾ. ഇങ്ങനെ 2 വേരിയബിൾ വരുന്നതായിരിക്കും എന്ത്? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ax + b. ഇതാണ് ജനറൽ ഫോം a ≠ 0. ഇപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 2x + 5 = 0 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? 2x = -5, x = -5/2 അല്ലേ? അപ്പൊ ഇതിന് നമ്മൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്പർ ലൈനിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡ് മൈനസ് വരും. അപ്പം -5/2 എന്ന് പറയുമ്പോൾ 2-നും 3-നും ഇവിടെ ഇങ്ങനെയായിട്ട് -5/2. അപ്പൊ നമുക്ക് നമ്പർ ലൈനിലെല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെന്തുണ്ട്? ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിൽ നമുക്ക് യൂണിക് സൊല്യൂഷൻ ആണ്. അതായത് ഒരൊറ്റ സൊല്യൂഷൻ. ഇപ്പൊ x + 5 = 0 ആണ്. x + 5 = 0 ആവുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? -5. ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിന് നമുക്ക് ഒരു സൊല്യൂഷൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞേ 2 എണ്ണം അറിയാത്തതാണ് നമ്മൾ 2 വേരിയബിൾ ഇട്ടിട്ട് എഴുതുക. ഇപ്പൊ നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട് in one day international cricket match between India and Sri Lanka played in Nagpur. 2 Indian batsmen together scored 176 run ആണ്. 2 ബാറ്റ്സ്മാനും കൂടിയിട്ടാണ് അവിടെ 176 റൺസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പേര് എത്ര റൺ എടുത്തു എന്നുള്ളത് അറിയില്ല. അപ്പൊ ആദ്യത്തെ ബാറ്റ്സ്മാൻ എടുത്തത് എക്സ് ആയിട്ട് എടുക്കുക റൺ, രണ്ടാമത്തെ ബാറ്റ്സ്മാൻ എത്ര എടുത്തത്? അത് വൈ ആയിട്ട് എടുക്കുക. 2 പേരും കൂടി ചേരുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 176. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറി? x + y = 176. ഇപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾസ്. ഇതിന് നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ax + by + c = 0. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിന്റെ ജനറൽ ഫോം. ഇവിടെ a ≠ 0, b = 0. അപ്പൊ ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് വന്നു കഴിഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളായി ജനറൽ ഫോം എന്ന് പറയുന്നത് ax + by + c = 0. 2 വേരിയബിൾ. ഇനി നമുക്ക് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1 നോക്കുകയാണെങ്കിൽ റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻ ദ ഫോം ax + by + c = 0 ആൻഡ് ഇൻഡിക്കേറ്റ് ദ വാല്യൂസ് ഓഫ് a, b ആൻഡ് c ഇൻ ഈച്ച് കേസ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x + 3y = 4.75, 4.37. അപ്പോൾ ഇതിന് നമ്മൾ 2x + 3y - 4.37 = 0 എന്നല്ലേ എഴുതുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്റെ പ്ലേസിൽ എന്താണെന്നുള്ളത്, എയും ബിയും സി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയേ ഉള്ളൂ. അപ്പോൾ a = 2, b = 3, c = -4.37. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് എഴുതിയാണ്. അടുത്തതിൽ x - 4 = √3y ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഓർഡറിൽ എഴുതുക. എക്സ് മൈനസ് ഈ √3y ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ -√3y -4 = 0. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് 1, b എന്ന് പറയുന്നത് -√3, c എന്ന് പറയുന്നത് -4. അടുത്ത ക്വസ്റ്റ്യൻ
4 equal to 5x, 4 equal to 5x minus 3y. അപ്പോൾ ഇതിൽ നമുക്ക് 5x minus 3y minus 4 equal to 0. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് എന്തായി മാറി? 5, b minus 3, c minus 4. അതിൽ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. 2x is equal to y. 2x is equal to y എന്ന് പറയുമ്പോൾ 2x minus y equal to 0. അപ്പോൾ a equal to 2, b equal to minus 1. c ഇല്ല, c 0 ആണ്. അപ്പോൾ അങ്ങനെ എഴുതുക. ഇനി ഇതിൽ അടുത്തത് പറയുന്ന റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എൻ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. എക്സാമ്പിൾ 2 പറയുകയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ 2 വേരിയബിൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ എക്സ് ഇസ് ഈക്വൽ ടു -5 ആണ്. അപ്പോൾ 2 വേരിയബിളിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് എക്സാമ്പിൾ 2 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു -5 ആണ്. 2 വേരിയബിളിൽ എഴുതണം. അപ്പം നമ്മളിവിടെ y ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എക്സ് പ്ലസ് 0 × y. 0 × y അങ്ങ് 0 തന്നെ. ഈ -5 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ +5 ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതിയാൽ അത്രയേ ഉള്ളൂ. y ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0x പ്ലസ് y -2 ഈക്വൽ ടു 0. അതുപോലെ 2x ഈക്വൽ ടു 3 ആണ് അടുത്തത് പറയുന്നത്. 2x ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 2x പ്ലസ് 0y -3 ഈക്വൽ ടു 0. അപ്പോൾ ഇതിങ്ങനെ എഴുതിയതുകൊണ്ട് അതിൽ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനി അടുത്ത എക്സസൈസ് 4.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. എക്സസൈസ് 4.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, കോസ്റ്റ് ഓഫ് നോട്ട്ബുക്കും കോസ്റ്റ് ഓഫ് പെൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുക, ലെറ്റ് ദ കോസ്റ്റ് ഓഫ് നോട്ട്ബുക്ക് ബി എക്സ്. അതുപോലെ കോസ്റ്റ് ഓഫ് പെൻ എന്തായിട്ട് എടുക്കുക? കോസ്റ്റ് ഓഫ് പെൻ y. ഇവിടെ എന്താ പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ട്വൈസ് ദ കോസ്റ്റ് ഓഫ് പെൻ. നോട്ട്ബുക്കിന്റെ കോസ്റ്റ് പെന്നിന്റെ കോസ്റ്റിന് ട്വൈസ് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? എക്സ് ഇസ് ഈക്വൽ ടു 2y. അതായത് ഇത് നോട്ട്ബുക്കിന്റെ പൈസ. നോട്ട്ബുക്കിന്റെ വില എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പെൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2y. എക്സ് മൈനസ് 2y ഈക്വൽ ടു 0. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പം ഇതിൽ ഇനി എക്സ്പ്രസ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻ ഇൻ ദ ഫോം ax plus by plus c equal to 0 and indicate the values of a, b, c in each case. അതിലൊന്നും കാര്യം ചെയ്യാനൊന്നുമില്ല. 2x plus 3y equal to 9.35 ആണുള്ളത്. അപ്പോൾ 2x plus 3y minus 9.35 എന്ന് എഴുതുക. അതിൽ a, b, c നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ. ഇത് കുറച്ച് വ്യത്യാസമായിട്ട് വരുന്നത് എക്സ് മൈനസ് 5y/5 മൈനസ് 10 ഈക്വൽ ടു 0. ഇതിലിപ്പോൾ നിങ്ങൾ a ഈക്വൽ ടു 1, b ഈക്വൽ ടു -1/5, c is equal to -10. ശ്രദ്ധിച്ച് എഴുതിയാൽ മതി, എത്രയേ ഉള്ളൂ ഇതിൽ. ബാക്കി എക്സ് ഇല്ലാത്തത് a0 ആയിരിക്കും. അപ്പം y-2 ഈക്വൽ ടു 0 എന്നെല്ലാം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ y-2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? 0x പ്ലസ് y-2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ a ഈക്വൽ ടു 0, b ഈക്വൽ ടു 1, c is equal to -2 ഇങ്ങനെ വരും. ഇനി അപ്പോൾ ഫസ്റ്റ് എക്സസൈസിൽ ഇതിൽ എളുപ്പമാണ്, കാര്യമായിട്ട് ഒന്നുമില്ല ഇതിലൊന്നും പറയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കാര്യം ഇതിലിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരും? നമ്മളിപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിൽ ഒരു വാല്യൂ മാത്രം, അതായത് യൂണിക് സൊല്യൂഷനാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിന് എങ്ങനെ സൊല്യൂഷൻ വരും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ എക്സാമ്പിൾ പറയാം. 2x plus 3y equal to 12 ആണ്. 2x plus 3y equal to 12. ഇപ്പം നമ്മൾ എക്സിന് ഒരു വാല്യൂ കൊടുക്കുന്നു. അപ്പം ഞാൻ എക്സിന് 1 കൊടുക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എക്സിന് ഒരു വാല്യൂ കൊടുക്കുക. എക്സിന് ഇപ്പം നമ്മൾ 1 കൊടുക്കുന്നതെന്ന് വിചാരിക്കും. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് y എന്ത് കിട്ടും? 10
അതായത് എക്സിന് 1, അപ്പോൾ 1 പ്ലസ് വൈ ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 10 മൈനസ് 1, വൈ 9 കിട്ടി. അപ്പോൾ എക്സിന് 1 കൊടുത്തപ്പോൾ നമുക്ക് വൈ 9 കിട്ടി. ഒരു സൊല്യൂഷൻ കിട്ടി. ഇനി നമ്മൾ എക്സിന് 2 ആ കൊടുക്കുന്നത് വിചാരിക്കും. എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് വൈ ഈക്വൽ ടു 10. അപ്പോൾ വൈ ഈക്വൽ ടു 10 മൈനസ് 2, 8. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ 2, 8 കിട്ടി. ഇതിങ്ങനെ നമ്മൾ എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോൾ വൈ കിട്ടും. അതേപോലെ വൈക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എക്സ് കിട്ടും. അപ്പോൾ ഇത് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് സൊല്യൂഷൻ കിട്ടും. അതായത് ഇതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ് ഉണ്ടാവുക. നമുക്ക് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിന് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്ന സമയത്തും വൈക്ക് എക്സിന് എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അത് വൈക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിൽ എക്സാമ്പിൾ 3 അതാണ് പറയുന്നത്. ഫൈൻഡ് 4 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6. 4 ഡിഫറെൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. 2x പ്ലസ് 4 ഡിഫറെൻറ്റ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6. അപ്പം നമ്മൾ ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കണം. എക്സ് 1 കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് 2y ഈക്വൽ ടു 6. 2y ഈക്വൽ ടു 6 മൈനസ് 1, 5. y ഈക്വൽ ടു 5/2. 1 5/2 വന്ന്. ഇനി വൈക്കാണ് വാല്യൂ കൊടുക്കുന്നത്. വൈക്ക് 3 കൊടുക്കുന്നു. അപ്പം എക്സ് പ്ലസ് 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. എക്സ് ഇസ് ഈക്വൽ ടു 6 മൈനസ് 6, 0. അപ്പം നമ്മുടെ അടുത്ത പോയിന്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ ആദ്യം എഴുതണം എക്സ് എഴുതിയിട്ട് പിന്നെ വൈ എഴുതണം. അപ്പോൾ അടുത്ത പോയിന്റ് നമ്മളത് 0, 3, 1. ഇനി വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്തു. വൈക്ക് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 6. എക്സ് ഇസ് ഈക്വൽ ടു 6 മൈനസ് 4, 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയ പോയിന്റ് എക്സ് 2 ആണ്. എക്സ് 2 വൈ 2 ഇതുപോലെ കണ്ടുപിടിക്കുക. ഇനി വൈ 4 വേണമെങ്കിൽ കൊടുക്കാം. 4 കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 8 ഈക്വൽ ടു 6. എക്സ് ഇസ് ഈക്വൽ ടു 6 മൈനസ് 8 മൈനസ് 2. അപ്പം നമ്മുടെ വാല്യൂ -2, 4. 4 കണ്ടുപിടിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം 4 കണ്ടുപിടിച്ചു. അപ്പോൾ ഫൈൻഡ് 2 സൊല്യൂഷൻ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ. 2 സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ 4x plus 3y equal to 12. 4x plus 3y equal to 12. ഇതിൽ നമുക്ക് എക്സിന് 0 കൊടുക്കാം. ആദ്യം എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് 0 പ്ലസ് 3y ഈക്വൽ ടു 12. 3y ഈക്വൽ ടു 12, y ഈക്വൽ ടു 12/3, 4i. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ 0, 4. 2 സൊല്യൂഷൻ അല്ലേ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് വൈക്ക് 0 കൊടുത്തോക്കാം. വൈക്ക് 0 കൊടുക്കുകയാണെങ്കിൽ 4x പ്ലസ് 0 ഈക്വൽ ടു 12. 4x ഇസ് ഈക്വൽ ടു 12. x ഇസ് ഈക്വൽ ടു 12/4, 3. നമ്മൾ 3, 0 തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഏത് വാല്യൂ ആണെങ്കിലും കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് ഇതിൽ 2x പ്ലസ് 5y ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 5y ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. 2 0 ആയി. 0 പ്ലസ് 5y ഈക്വൽ ടു 0. അപ്പോൾ 5y ഈക്വൽ ടു 0 ആകുമ്പോൾ y ഈക്വൽ ടു 0. 0/5 0 തന്നെ. ഇനി വൈക്ക് 1 കൊടുക്കുകയാണെന്ന് വിചാരിക്കും. വൈക്ക് 1 കൊടുക്കുകയാണെങ്കിൽ 2x പ്ലസ് 5 ഈക്വൽ ടു 0. 2x is equal to -5, x is equal to -5/2. x ന് 1 കൊടുക്കുകയാണെങ്കിൽ 2 പ്ലസ് 5y ഈക്വൽ ടു 0. 5y ഈക്വൽ ടു -2, y ഈക്വൽ ടു -2/5. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി 3y പ്ലസ് 4 ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് x ഇല്ല. x 0 തന്നെയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ പോലെ എഴുതണം 0x + 3y + 4 = 0. അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും x 0 വരുള്ളൂ. x 0 വരുമ്പോൾ y മൈനസ് 2 സൊല്യൂഷൻ എഴുതാനേ പറയുന്നുള്ളൂ. ഇതെന്തായാലും നമ്മൾ ഒരു വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല. 3y + 4 ആണ് 0x + 3y + 4 = 0 ആണ്. x 0 ആയി. അപ്പോൾ 3y = -4 y = -4/3. അപ്പോൾ ആദ്യത്തേത് 0 -4/3. 3y + 4 = 0 ആണ്. അപ്പോൾ ഇവിടെ x ഇല്ല. 0x + 3y + 4 = 0. അപ്പോൾ എക്സിന് നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 3y = -4 y = -4/3. ഇനി x 1 ആണെങ്കിൽ x 1 ആണെങ്കിലും 1 × 0 അത് 0 തന്നെ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന എക്സിന് 1 ആണെങ്കിൽ 3y അതും അതേ തന്നെ വരിക. 3y + 4 = 0 3y = -4. അപ്പോൾ y = -4/3. ഏത് വാല്യൂ കൊടുക്കുമ്പോഴും y -4/3 തന്നെയാണ് വരിക. അത് ഗ്രാഫ് വരയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സ് ആദ്യത്തെ പോയിന്റ് നമുക്ക് കിട്ടുന്നത് 0 -4/3. രണ്ടാമത്തെ പോയിന്റ് കിട്ടുന്നത് 1 -4/3. ഒരു ലൈനായിട്ട് വരും ഗ്രാഫ് വരയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.